നമ്മളിന്നുള്ളത് കൊല്ലം രണ്ടാംകുറ്റിയിലാണുള്ളത്. രണ്ടാംകുറ്റി സിറ്റി ഹോട്ടലിലെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് സിറ്റി ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോയാണ്. സിറ്റി ഹോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്ക് 1960കളിൽ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ കൊല്ലത്തിൻ്റെ ഒരു മട്ടൺ ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നതിന് ഒരു കാരണമായ ഒരു കടകളിൽ ഒന്നുകൂടിയാണ് ഇത്. കാരണം നമ്മുടെ ഫയൽമാൻ ഹോട്ടൽ, അതേപോലെ തന്നെ ആ ലിസ്റ്റിൽ വരുന്നൊരു ഹോട്ടലാണ് കൊല്ലം സിറ്റി ഹോട്ടൽ. ഇവിടുത്തെ മസാലയൊക്കെ പ്രത്യേക മസാലയാണ്. അതുമാത്രമല്ല നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഓർഡർ ചെയ്തത് 2 മട്ടൻ ബിരിയാണിയാണ്. ഫസ്റ്റിൽ തന്നെ ഇവിടെ പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മുടെ ഇലയിലാണ് ഇവിടെ ഫുഡ് കൊടുക്കുന്നത്. അത് തന്നെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് സലാഡ് കൊണ്ടുവച്ചു. സലാഡും അച്ചാർ പിന്നെ നോർമലി വരുന്ന ബോക്സ് ചെയ്യുന്ന അച്ചാറാണ്. അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല ചൂട് വെള്ളം കേട്ടോ. ചൂട് വെള്ളത്തിൽ നല്ല ആവി പറക്കുന്നുണ്ട്. ചില ഹോട്ടലിലൊക്കെ പോയാൽ തണുത്ത ഒരു വെള്ളം, പക്ഷേ ഇത് നല്ല വെള്ളം തന്നെ നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിപ്പോൾ തന്നെ നമുക്ക് വേണ്ടിയുള്ള ബിരിയാണി, മട്ടൻ ബിരിയാണി വരുന്നുണ്ട്. മട്ടൻ ബിരിയാണി 2 പ്ലേറ്റിലാണ് കൊണ്ടുവന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, കാണുമ്പോൾ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇവിടുത്തെ മട്ടൻ ബിരിയാണി പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന മട്ടൻ ബിരിയാണിയാണ് ഇവിടെ ഉള്ളത്. സംഭവം എന്ന് പറഞ്ഞാൽ ചില ഹോട്ടലുകളിലൊന്നും മട്ടൻ ബിരിയാണിക്ക് മുട്ട കിട്ടത്തില്ല, പക്ഷേ ഇവിടെ മട്ടൻ ബിരിയാണിയുടെ മുട്ടയുണ്ട്. മിക്ക ഹോട്ടലുകളിലും മട്ടൻ ബിരിയാണിയുടെ കൂടെ മുട്ട കാണത്തില്ല. കാരണം മുട്ട ഇടുന്നത് കോഴിയാണല്ലോ, മട്ടനല്ലല്ലോ. അപ്പം ബിരിയാണി കഴിച്ച് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവനത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ രാവിലെ പോലെ ഒന്ന് കഴിക്കാതിരിക്കുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കടപ്പാക്കട കഴിഞ്ഞ് രണ്ടാംകുറ്റിയിലാണ് വരുന്നത്. അപ്പം ഭയങ്കര സെറ്റപ്പൊന്നും പറയാനും ഇല്ല, എന്നാലും നമ്മുടെ ഒരു വെറൈറ്റി രുചിയാണ് കേട്ടോ. വേറെ കഴിച്ചിട്ട് വയറ്റിനൊന്നും കുഴപ്പമൊന്നും വരത്തില്ല. നല്ല ഫുഡാണ്. ഓക്കെ.